പാലക്കാട് BJPയുടെ എല്ലാ കാലത്തും കരുത്തുറ്റൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു BJP നേതൃത്വം. ആ മണ്ഡലം പിടിച്ചെടുക്കാമെന്നും രാജഗോപാലിന് ശേഷം മറ്റൊരു പാലക്കാട് നിന്നും ഒരു MLA, പാലക്കാട്ടുകാരനായ ഒരു MLA ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയെല്ലാം BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി തന്നെ തകരുന്നൊരു സാഹചര്യമുണ്ടായി. കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായി. അത് എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് അവിടെ മുന്നേറിയതും BJP പരാജയപ്പെട്ടതും? എങ്ങനെയാണ് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? BJP പരാജയപ്പെട്ടതിനെ കുറിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തന്നെ വളരെ വൈകിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, സ്ഥാനാർത്ഥി മോഹികൾ ധാരാളമുണ്ട്. ലിസ്റ്റുകൾ തന്നെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കും. അത് ഓരോ നേതാക്കളും അവരവരുടെ ആളുകളെ കൊടുക്കും. അതിനകത്തുനിന്ന് ജയസാധ്യതയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ്. പിന്നെ അവസാനം ഒരു കാൽക്കുലേഷനിലാണ് അവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അവിടെ ആദ്യത്തെ പടി അവർ കടന്നു കഴിഞ്ഞു. കാരണം സ്ഥാനാർത്ഥി മോഹികൾ പിന്നെ ആകെപ്പാട് സരിനാണ് ഉണ്ടായിരുന്നത്. സരിനാണെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് CPMലേക്ക് ചാടിപ്പോവുകയും ചെയ്തു. അതുമാത്രമല്ല, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് ചേർക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ചേർക്കും. തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ളവരുടെ എല്ലാ വോട്ട് അവർ ചേർക്കും. അപ്പോൾ അങ്ങനെ വോട്ട് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് അടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. മറ്റൊന്ന്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ഉള്ള പ്രചാരണത്തിന് അവർ തുടക്കം കുറിക്കുന്നു. അത് വലിയ തോതിൽ, പണ്ടൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണത്തിൽ അവർക്ക് ഒരു പിന്നോട്ട് പോക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ വളരെ ശക്തമായി, വളരെ മുൻകൂട്ടി തന്നെ, കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു. മറ്റൊന്ന്, ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വികാരം അവിടെയുണ്ട്. അത് ഈ VD സതീശൻ്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം. അതിലൊരു തെറ്റുണ്ട്. VD സതീശിനേക്കാൾ ആ സമയങ്ങളിൽ അൻവറായിരുന്നു പാർട്ടിക്കെതിരെ പോരാടിയത്. അല്ല, അൻവർ പക്ഷേ ഒന്നുമല്ല. അൻവറിൻ്റെ പോരാട്ടം എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ അൻവറിനെ കണക്കിലെടുക്കണ്ട. അൻവറിന് എന്തൊക്കെയോ കിട്ടാതെ പോയതിൻ്റെ വിഷമം കൊണ്ട് അൻവർ ആ സമയത്ത് വരുന്നു. അൻവറിന് മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അൻവറിന്റെ പിന്നിൽ തന്നെ പലരും ഉണ്ടായിരുന്നു. അല്ല, അത് സർക്കാരിനെതിരെ VD സതീശന് പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സർക്കാരിന് ഇത്തരം പോരായ്മകൾ ഉള്ളതായി അഖിൽമാരാർ പറഞ്ഞതുപോലെയുള്ളൂ. അഖിൽമാരാർ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ VD സതീശൻ എൻ്റെ കെയർ ഓഫിൽ ഗോളടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനതുകൊണ്ട് പിണറായിക്കെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് അഖിൽമാരാറിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിനു മുമ്പ് തന്നെ ചാനൽ ചർച്ചകളിലൂടെ പരിചിതൻ എന്ന നിലയ്ക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ സമരങ്ങളിലൊക്കെ, ഈ അടുത്ത് നടന്ന ഒട്ടേറെ സമരങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ. ആ സമരങ്ങളിലെ ഇടപെടലുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ സ്വീകാര്യ, പോലീസ് പിടികൂടിയ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ ഇമേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മറ്റൊന്ന്, MLA ഷാഫി പറമ്പിൽ, അവിടുത്തെ മുൻ MLA. ഷാഫിയുടെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിൻ്റെ തട്ടകം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തെ കൃത്യമായി അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കണം എന്ന് അദ്ദേഹം വന്ന് പറയുമ്പോൾ ജനം കേൾക്കുകയാണ്. അപ്പോൾ ഷാഫിയുടെ അനുഭവ സമ്പത്ത് മുഴുവൻ, അത്രയും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത്, ഈ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് വേറൊരു തരം രാഷ്ട്രീയമാണ്. വലിയ നേതാക്കന്മാർ എന്നിട്ട് പരാജയപ്പെട്ടു എന്ന് ഇമേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കണമെന്നില്ല. തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം. അതറിയാവുന്ന നേതാക്കന്മാരാണ് കൃത്യമായി ജയിച്ചു പോകുന്നത്. അപ്പോൾ ഷാഫിയുടെ ഇടപെടൽ, ഷാഫിയുടെ സാന്നിധ്യം, പിന്നൊന്ന് അവരുടെ ചിട്ടയായ പ്രചരണമാണ്. വളരെ ചിട്ടയായി
കോൺഗ്രസ് ഇത്തവണ പാലക്കാട് പ്രചാരണം നടത്തി. ഈ സരിൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി മാറിയിട്ടും അത് എതിർ പ്രചരണത്തിലൂടെ മറികടക്കാൻ അവർക്കായി. വേറൊന്നെന്ന് പറഞ്ഞാൽ അവരുടെ വലിയ നേതൃനിര, സംസ്ഥാന നേതൃത്വം ഒട്ടാകെ ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ വന്ന് പ്രവർത്തിച്ചു. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും പാലക്കാട് ക്യാമ്പ് ചെയ്തു. ഒരു വീട്ടിലേക്ക് 5-6 തവണയൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന തരത്തിലേക്കുള്ള MP-യും MLA ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരേ വീട്ടിലേക്ക് തന്നെ 6 തവണ, ഒരു MP ഒക്കെ 6 തവണ വരുമ്പോൾ തന്നെ എന്നാൽ പിന്നെ വന്നതാണല്ലോ വോട്ട് ചെയ്തേക്കാമെന്ന് ചിലപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ, ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ 3 പേരെങ്കിലും ചിന്തിക്കാം 2 വോട്ട് BJP കൊടുക്കുക, അങ്ങനെയൊക്കെ ചില ആളുകൾ ചിന്തിക്കും. നമ്മുടെ വീട്ടിൽ 5 വോട്ടുണ്ട്, എന്നാൽ 3 എണ്ണം ഇത്തവണ BJP കൊടുക്കാൻ, 2 എണ്ണം, 1 എണ്ണം LDF-ന് കൊടുക്കുക, 1 എണ്ണം UDF-ന്, അപ്പം ബാലൻസ് ചെയ്ത് പോയി സന്തോഷത്തോടെ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഭയങ്കര മനോദുഃഖമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം. അതുപോലെ തന്നെ ഈ എതിർസ്വരം ഒക്കെ പാർട്ടിയിൽ ആദ്യം തുടക്കഘട്ടത്തിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതിനെയൊക്കെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു DCCയുടെ കത്ത് പുറത്തു വന്നിരുന്നു. K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് DCCയുടെ കത്തുണ്ടായിരുന്നു, അത് പുറത്തു വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഒരു എഡ്ജ് എന്ന് പറയുന്നത് കിട്ടിയിരുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ആ സമയത്തൊക്കെ കൃഷ്ണകുമാർ മുന്നിലാണെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അവർക്ക് മറികടക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ട്രോളി ബാഗ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ സ്ത്രീകൾ മാത്രമല്ല മുറിയിലേക്ക് പോലീസ് ഇടിച്ച് കയറുന്നു, പാതിരാത്രി കയറുന്നു, റെയ്ഡിന് വേണ്ടിയിട്ട് കയറുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി കളം പിടിക്കുകയാണ്. രാഹുൽ ട്രോളി ബാഗിൽ പണവും കൊണ്ടുപോയി എന്നുള്ള പ്രചാരണം ഉണ്ടാകുന്നു. അത് തെറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധ്യപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ട്രോളി ബാഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പതർച്ചയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ തന്നെ അത് ജനത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ജനത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. എൻ്റെ ട്രോളി ബാഗിൽ വസ്ത്രമല്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളല്ലാതെ പണം ഇല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ അക്കാര്യത്തിൽ ജനം വിശ്വസിച്ചു. പിന്നെ ഈ സ്ത്രീകൾ, ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനെയും പോലെയുള്ള സ്ത്രീകൾ മാത്രമുള്ള ഹോട്ടൽ മുറിയിലേക്ക്, മറ്റു പാർട്ടിക്കാരും അവിടെ ഉണ്ടായിരുന്നു, അവരുടെ മാത്രം മുറികളിലേക്ക് കയറുന്നു, അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതൊരു വലിയ ചർച്ചയായി മാറിയതുമൊക്കെ സ്ത്രീകൾക്കിടയിലുമൊക്കെ ആ തരത്തിലൊരു രാഹുലിന് അനുകൂലമായിട്ടൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നൊന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ. മുനമ്പം വിഷയം കത്തി നിൽക്കുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ അവിടെയുണ്ട്. ആ മുനമ്പം വിഷയം തീർക്കാൻ ഉള്ള ഒരു ശ്രമം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാം എന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ നമ്മളവിടെ കണ്ടാണ് ക്രിസ്ത്യാനികൾ മുനമ്പം വിഷയം ആയി ബന്ധപ്പെട്ട് BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങി നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതൊന്നും അവിടെ ആ വോട്ടൊന്നും കാര്യമായി കൃഷ്ണകുമാറിനെ സഹായിച്ചില്ല എന്നുള്ളതാണ് വോട്ടെടുപ്പ് ഫലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലെത്തിച്ച നീക്കം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പറയുമ്പോഴും സന്ദീപ് വാര്യർ അതുവരെ ഒന്നുകിൽ BJPയിൽ തന്നെ തുടരും, അല്ലെങ്കിൽ CPM-ലേക്ക് ചിലപ്പോൾ പോയേക്കാം എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിലേക്ക് സന്ദീപ് വാര്യർ പോകുമെന്ന് ഒരാളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് കൃത്യമായി സന്ദീപ് വാര്യരെ കോൺഗ്രസ് രഹസ്യ നീക്കം, അത് കോയമ്പത്തൂരോ മറ്റോ വെച്ചാണ് അതിൻ്റെ ചർച്ച നടത്തുന്നത്, രഹസ്യ നീക്കം നടത്തി സന്ദീപ് വാര്യരെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ്സിലെത്തിക്കുന്നു. ഈ സന്ദീപ് വാര്യർക്കും അവിടെ സ്വാധീനമുണ്ട്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് വാര്യർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എന്തായാലും വോട്ട് മറിക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ചിട്ടയായി, പിന്നെ അവരുടെ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം, എന്തൊക്കെ വന്നാലും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി കൂട്ടായ തന്ത്രങ്ങൾ അവർ ഒരുക്കി എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവർ ജയിച്ചത്. ഇപ്പുറത്ത് വരുമ്പോൾ നമുക്കറിയാം BJPയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് നേതൃത്വം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ പരസ്പരം നേതാക്കന്മാർ തമ്മിൽ പോർവിളിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തി ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു.